പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? എന്നാൽ ബേക്കറികളിൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹായ്, നമസ്കാരം. എല്ലാവർക്കും നാടുകാണി വ്ളോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് കാണാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ആദ്യപടിയായിട്ട് നമ്മൾ നമ്മുടെ ഉണക്കമുന്തിരി കിസ്മിസ് അത് നല്ല വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി കോരി വയ്ക്കണം. അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടു. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കോരിയെടുക്കണം. ബൾക്കായിട്ടുള്ള കേക്കിൻ്റെ പ്രൊഡക്ഷൻ ആകുന്നതിന് ശകലം ഉണക്കമുന്തിരി ഒന്നും പോരാ, നല്ല കൂടിയ അളവിൽ നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചെമ്പിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പഞ്ചസാര ഇട്ടു, പഞ്ചസാരയ്ക്ക് ശേഷം വെള്ളം ഒഴിച്ചു. വെള്ളത്തിന് ശേഷം നമ്മൾ ഇനി അത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കുകയാണ്. ആ കുറുക്കിയെടുത്തിരിക്കുന്ന ആ പാനിയിലേക്ക് നമ്മൾ ഓറഞ്ച് പീലും ജിഞ്ചർ പീലും, ഈ രണ്ട് പാത്രത്തിലുള്ളതാണ് ഓറഞ്ച് പീല് ജിഞ്ചർ പീല്. അപ്പോൾ ഈ ഓറഞ്ച് പീലും ജിഞ്ചർ പീലും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ച് പീലിട്ടു, ഇനി ഇതിൻ്റെ പുറമെ നമുക്ക് ജിഞ്ചർ പീലും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അത് ഏകദേശം ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഗോൾഡൻ കളറായി. ഇനി ഈ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പതുക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നമ്മൾ ഇതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ ലൈനിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിസ്മിസ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കമുന്തിരി ചേർത്തതിന് ശേഷം നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് നല്ലതുപോലെ ഇളക്കി അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നു. ശേഷം നല്ലതുപോലെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഒരു തുള്ളി പോലും കാണരുത്. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഏകദേശം ഇത്രയും സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇതിങ്ങനെ ഇളക്കണം. ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിപ്പോകും. പിന്നെ ഈ ഫ്രൂട്ട് മിക്സ് ഇത് ഏകദേശം ഒരു 3-4 മാസം വരെ കേടുകൂടാതെ ഇരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും കാണരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണേലും ഞങ്ങളെല്ലാവരും കൂടി നല്ലതുപോലെ അത് ഇളക്കി, നിസ്സാര പണിയൊന്നുമല്ല കേട്ടോ ഇളക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇളക്കി നല്ലതുപോലെ റെഡിയാക്കി വെള്ളമെല്ലാം പറ്റിച്ച് എടുത്തു. ഇനിയും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, എല്ലാവർക്കും അറിയാമല്ലോ ടൂട്ടി ഫ്രൂട്ടി എന്താണ്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുകയാണ്. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ തിക്കാവും, ഇളക്കാനൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ എന്തായാലും നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തു. ഇതാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ അത് ചേർക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടി കൊടുത്തതിന് ശേഷം ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി പിന്നീട് ഇത് കോരി മാറ്റി തണുപ്പിക്കാൻ വെക്കുക. തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ
മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ മധുരവും പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ കൂടി അത് നല്ലപോലെ പിടിച്ച് അത് സെറ്റായതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും നമ്മൾ കേക്ക് പ്രൊഡക്ഷൻ്റെ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഈ ഫ്രൂട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു ചേർത്തതെന്ന് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പഞ്ചസാരയ്ക്ക് ശേഷം നമ്മൾ ഓറഞ്ച് പീല്, ജിഞ്ചർ പീല്, പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ അതിന് ശേഷം നമ്മുടെ കാഷ്യൂ നട്ട്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ അവസാനം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി കൂട്ടി ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബദാം, ഡേറ്റ്സ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് ചേർത്ത് കൊടുക്കാറില്ല പൊതുവെ. അപ്പം ഇത്രയുമാണ് ഇവരുടെ കേക്ക് പ്രൊഡക്ഷനിൽ ഉള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഏറെക്കുറെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മളത് കോരി മാറ്റി ഇനി അത് തണുപ്പിക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.